ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് കപ്പയും വാഴക്കായും വെച്ചിട്ടുള്ള നല്ല റെസിപ്പിയാണ്. കോഴിക്കറിയോ ഇറച്ചിക്കറിയോ ഒന്നും വേണ്ടത് കഴിക്കാൻ, അല്ലാതെ തന്നെ ഇത് കഴിക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 ഏത്ത വാഴക്കായും 1 കപ്പയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നുറുക്കിയെടുക്കണം. ഇത് കഴുകിയെടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പയുടെ മുകളിൽ വെള്ളം വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണിത്. അത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. വാഴക്കായും ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. വാഴക്കയുടെ പകുതി വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്, ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തതാണിത്. ഇനി അതിലേക്ക് ഞാൻ 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഓഫാക്കണം. 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി. ഗരം മസാല ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പയും വാഴക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് യോജിപ്പിച്ച് കൊടുക്കാൻ. നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് വിഭവമാട്ടോ ഇത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. ഈ നോമ്പ് കാലത്ത് പത്തിരിയുടെ കൂടെയും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.